പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരോൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ. തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാസ്തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശ്വപാകേ ച പണ്ഡിതാ സമദർശിനഃ. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അഖണ്ഡനാമത്തിൽ പങ്കെടുത്ത ഈ അഖണ്ഡനാമത്തെ വിജയിപ്പിച്ചതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ഗീതാചാര്യനായ പാർത്ഥസാരഥിയുടെയും ഈ ഗീതാചാര്യൻ്റെ സന്ദേശം ഇവിടെ പ്രചരിപ്പിച്ചതായിട്ടുള്ള അഭിമന്യ സമചിന്മയാനന്ദയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രീതികളൊക്കെ അന്ന് അദ്ദേഹം അനുഷ്ഠിച്ചതുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ആ മാർഗദർശനവും തപസ്സും, ആ തപസ്സിന് എന്നും ഭാരതം കൃതജ്ഞത നൽകിക്കൊണ്ടേയിരിക്കണം. ആരുടെ അജ്ഞാനമാണോ ജ്ഞാനം കൊണ്ട് പൂർണ്ണമായും നശിച്ചിരിക്കുന്നത്, അവർ തദ്ബുദ്ധയാഃ തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. ആന്തരികങ്ങളായിട്ടുള്ള ഈ കൽമഷങ്ങളെല്ലാം പൂർണ്ണമായും നിരാസം ചെയ്തതുകൊണ്ട് അവർ സമസ്ത ദൃശ്യങ്ങളിലും ഭഗവത് സ്വരൂപത്തെ കാണുന്നു. അങ്ങനെയുള്ള ദർശനത്തിന് അവർക്കൊരു പ്രയാസവുമില്ല. നാം എല്ലാം ഭിന്ന ഭിന്നമായി കാണുന്നു. ചിലതിനെ നാം ഇഷ്ടപ്പെടുന്നു, ചിലതിനെ നാം വിദൂരത്ത് നിർത്തുന്നു. ഈ ഭേദദൃഷ്ടി നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതായിട്ടുള്ള മാലിന്യം കൊണ്ടാണ്, സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങൾ നിറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ജ്ഞാന നിർധൂത കൽമഷാഹ. നിർധൂതം എന്ന് വെച്ചാൽ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ അവർ ജഗത്ത് മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നതായിട്ടുള്ള ജഗതീശ്വരനെ സദാസമയത്തും ദർശിക്കുന്നു. ആ ഒരു വീക്ഷണത്തിലോട്ട് പോയി കഴിഞ്ഞാൽ
അവർ വീണ്ടും തിരിച്ചു വരുന്നില്ല എന്നർത്ഥം. ഗച്ഛന്തി അപുനരാവൃത്തിം, അതായത് ഇവിടെ വെച്ച് തന്നെ അവർ ഭഗവത് പ്രാപ്തി നേടുന്നു എന്നർത്ഥം. ഭഗവത് പ്രാപ്തി നേടിയതായിട്ടുള്ളവർ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ അവരുടെ വീക്ഷണം വ്യാപകമായിട്ടുള്ളതിനാൽ പഴയതുപോലെ ഇടുങ്ങിയതായ രീതിയിൽ, അല്പമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നില്ല. കാരണം അവരുടെ വീക്ഷണം സാർവലൗകികമായി, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതായിട്ടുള്ള ഉദാഹരണം, സ്റ്റേറ്റ് മിനിസ്റ്റർ സെൻട്രൽ മിനിസ്റ്റർ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വീക്ഷണം മാറുന്നു. സമസ്ത സംസ്ഥാനങ്ങളും തൻ്റേതാണെന്ന് അദ്ദേഹം ചിന്തിക്കുവാൻ നിർബന്ധിതനാവുന്നു. തൻ്റെ വീക്ഷണത്തിനൊരു വ്യാപകത്വം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവർ പ്രപഞ്ചത്തിൽ മുഴുവനും ഈശ്വരനെ ദർശിക്കുന്നു. വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ ശുഭാഗേജ പണ്ഡിതാ സമദർശിനഃ. ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ലക്ഷണം അതാണ്. അതായത് അവർ എല്ലാവരെയും ഒരുപോലെ ദർശിക്കുന്നു. എന്നാൽ ഇത് വ്യത്യസ്തമായി കാണുന്നതായിട്ടുള്ള വ്യാവഹാരിക സത്യം അവർക്കില്ല എന്നല്ല അർത്ഥം. ഇവിടെ നാം ഇന്നലെ കണ്ടു, സംസ്കാര സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനിലും, വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവി ഒരു പശുവിലും, ഹസ്തിനി ഒരു ആനയിലും, ശുനി ഒരു നായിയിലും, ശോഭാഗേ നായയെ തിന്നുന്നവനിലും. ഇങ്ങനെ 4-5 ഉദാഹരണങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ഈ വൈവിധ്യം നിറഞ്ഞതായിട്ട് ലോകത്തിലുണ്ടോ അതെല്ലാം ജന്മം 4 തരത്തിലാണ്. അണ്ഡജം, സ്വേദജം, ഉദ്ഭിജം, ജരായുജം. അണ്ഡജം മുട്ടയിൽ നിന്നും വിരിഞ്ഞുണ്ടാവുന്നതായിട്ടുള്ള ജീവജാലങ്ങൾ. ഉദ്ഭിജം ഭൂമിയിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്നതായിട്ടുള്ള ജീവജാലങ്ങൾ. സസ്യങ്ങൾക്ക് ജീവനുണ്ടോ എന്ന അടുത്ത കാലത്ത് ബംഗാൾ സയന്റിസ്റ്റ്, ബോട്ടണി സയന്റിസ്റ്റ് ബോസ് തെളിയിച്ചതൊന്നുമല്ല. യുഗയുഗാന്തരങ്ങളായി പഴക്കമുള്ള ഉപനിഷത് ദർശനമാണ്. ഉദ്ഭിജം സസ്യങ്ങൾ, വൃക്ഷങ്ങൾ. സ്വേദജം വിയർപ്പിൽ നിന്നും ഈർപ്പത്തിൽ നിന്നും ഉണ്ടാവുന്നതായിട്ടുള്ള കൃമികീടാദികൾ, ഞാഞ്ഞൂൾ മുതലായിട്ടുള്ള ജീവജാലങ്ങൾ. ജരായുജം പ്രസവിക്കുന്നവ, മാമൽസ്, നമ്മളെല്ലാം. അണ്ഡജം, ഉദ്ഭിജം, സ്വേദജം, ജരായുജം, ഈ 4 വകുപ്പിലും കൂടെ 84 ലക്ഷം തരമുണ്ടത്രേ. അവയെല്ലാം സമദർശിന, ഒരേ ഭാവത്തോടുകൂടെ അവർ ദർശിക്കുന്നു. ഇതാണ് ഈശ്വര സാക്ഷാത്കാരത്തിന്റെ പ്രകടമായിട്ടുള്ള ലക്ഷണം. സമസ്ത ന്യൂനാധിക്യങ്ങളും ഇല്ലാതാവുന്നു. അവർക്കതല്ലാതെ വേറൂപത്തിൽ ദർശിക്കാൻ സാധ്യമല്ല. ഇവയൊന്നും വേർതിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ അത് കഷ്ടമാണ്. ആനയെ നായിൽ നിന്ന് അറിയാൻ സാധിക്കുകയില്ല, നായിനെ മനുഷ്യനിൽ നിന്ന് അറിയാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ ആ വിഷം ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പൊ നമുക്ക് ഒരു കോമൺ സെൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ വിചാരിക്കരുത്. ഇത് ആന്തരികമായ പക്വതയിൽ നിന്നും വരുന്നതാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഉദാഹരണം എപ്പോഴും പറയും. ഒരു ഗുരു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്രേ, എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കണം എന്ന്. അങ്ങനെ ഈശ്വരനെ ദർശിക്കാൻ പരിശീലിക്കണമെന്ന് സമസ്ത ജീവജാലങ്ങളിലും അദ്ദേഹം സന്നിഹിതമായിരിക്കുന്നുവെന്ന്. വിദ്യാർത്ഥികളൊക്കെ അതുപോലെ സ്വീകരിച്ചു. നിഷ്കളങ്കന്മാരായിട്ടുള്ള ഈ കുട്ടികൾ ഈ വിചാരത്തോടുകൂടെ ജീവിക്കുക. ഒരു ദിവസം അവർ ക്ലാസ്സിലോട്ട് വരുന്നതായിട്ടുള്ള സമയത്ത് ഒരു ആന മതവിളകി ഓടി വരുന്നു അത്ര. പിന്നാലെ ആനക്കാരൻ മറുപടി വരുന്നു, മാറൂ 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 എന്ന് എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും നാനാഭാഗങ്ങളിലോട്ടും ഓടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു കുട്ടി അതിലെ കുറച്ചു ദിവസം മുമ്പേ അല്ലേ നമ്മുടെ ആചാര്യൻ പറഞ്ഞ എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നു, പിന്നെന്തിനാ ഞാൻ മാറുന്നു, ഈശ്വരനെ ഉപദ്രവിക്കും. മറ്റുള്ള സുഹൃത്തുക്കളുടെ കുട്ടികളുണ്ട്, അത് പറഞ്ഞ് മാറി നീ അവിടെ നിൽക്കരുത്, ഞങ്ങളൊക്കെ ഓടുകയാണ്. മറ്റുള്ള കുട്ടികളൊക്കെ പോയി, ഈ കുട്ടി മാത്രം ഇടുന്നു. ആന അങ്ങനെ ഈ കുട്ടി എടുത്ത് ഒരൊറ്റ കയറ്. എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞു എന്നാണ്. ആന അതിന്റെ വാട്ടിലോട്ട് പോവുകയും ചെയ്തോ. കുറെ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ബോധം കെട്ട് കിടക്കണം. അവരെല്ലാവരും കൂടെ കുട്ടിയെ എടുത്തു വന്ന്
പ്രാഥമിക പരിചരണങ്ങളൊക്കെ ചെയ്ത് ബോധം വന്ന സമയത്ത് ഗുരു പറഞ്ഞതിന്റെ ഫലം ഇതാ. എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയതായിട്ടുള്ള ഫലം ഇതാണ്. ഞാൻ ചെന്ന് ഗുരുവിനോട് പറഞ്ഞത്രേ, ഗുരു അങ്ങ് പറഞ്ഞു ഇവരൊന്നും കേട്ടില്ല, ഞാനിത് കേട്ടു, അതിന്റെ ഫലം എന്താ? ഇങ്ങനെയാണെങ്കിൽ അങ്ങയുടെ വാക്കുകൾ നീ കേൾക്കണോ? അപ്പോൾ ഗുരു പറഞ്ഞത്രേ, ഞാൻ പറഞ്ഞതായിട്ടുള്ള പ്രഖ്യാപനം ഞാൻ പിൻവലിക്കാൻ പോകുന്നില്ല, അത് വാസ്തവം തന്നെയാണ്. ആണെങ്കിൽ നീ ഈശ്വരനെ കണ്ടത് ശ്രേഷ്ഠം തന്നെ, സംശയമൊന്നുമില്ല. പക്ഷെ നീ എന്തുകൊണ്ടാണ് ഇപ്പം ജീവിച്ചതറിയോ? ഞാൻ പറഞ്ഞ വാക്ക് നീ അനുസരിച്ചതുകൊണ്ടാ. അല്ലെങ്കിൽ നീ അതോടുകൂടെ കഴിയായിരുന്നു. പക്ഷേ ഒരു കാര്യം, ആനക്കാരന്റെ ഈശ്വരൻ എന്നോട് പറഞ്ഞില്ലേ മാറാൻ, എന്തുകൊണ്ട് അത് ചെയ്തില്ല? അതിനുള്ള വകതിരിവ് നമുക്കുണ്ടാവണം. ഇതാണ് സമത്വം എന്ന് പറയുന്നത്. ആനയുടെ ഈശ്വരൻ ഇപ്പോൾ ക്രോധാകാരനായിട്ട് വരുന്നു, ആനക്കാരന്റെ ഈശ്വരനോ നമ്മൾ ഉപദേശിക്കുന്നു. ഇതാണ് ഈശ്വര ദർശനം. നമ്മളുടെ വിവേകത്തിന് യാതൊരു ഹാനിയും വരാതെ സമസ്ത ദൃശ്യങ്ങളിലും ഈശ്വരനെ ദർശിക്കുക എന്നതൊരു ശാസ്ത്രീയമായ സത്യമാണ്. അതായത് ഏതൊരു സൃഷ്ടിക്കും രണ്ട് കാരണം ആവശ്യമാണ്. സാങ്കേതികമായിട്ടുള്ള ഈ കാരണത്തെ നിമിത്ത കാരണം അഥവാ ഇന്റലിജന്റ് കാസ് എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ, ഉപാദാന കാരണം മെറ്റീരിയൽ കാസ് എന്ന് പറയുന്നു. നിമിത്ത കാരണം, ഉപാദാന കാരണം, ഈ രണ്ട് കാരണങ്ങളില്ലാതെ ഒരു സൃഷ്ടിയും നടക്കുകയില്ല. മണ്ണ് കൊണ്ട് മൺപാത്രം ഉണ്ടാക്കുന്നതായിട്ടുള്ള ആളെ നിമിത്ത കാരണം എന്ന് പറയുന്നു. അദ്ദേഹം മാത്രം പോരാ, അദ്ദേഹത്തിന് സൃഷ്ടിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഉപയുക്തമായിട്ടുള്ള മണ്ണും വേണം. അതിനെയാണ് ഉപാദാനം എന്ന് പറയുന്നത്. അപ്പോൾ മൺപാത്രം നിർമ്മിക്കുവാൻ അറിയുന്ന ആള് നിമിത്ത കാരണവും മണ്ണ് ഉപാദാന കാരണവും. മരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ആശാരി നിമിത്ത കാരണവും മരമോ ഉപാദാന കാരണവും. ഇത് രണ്ടും സമന്വയിക്കണം, എന്നാൽ മാത്രമേ സൃഷ്ടി നടക്കുകയുള്ളൂ. ഇനി നിമിത്ത കാരണം സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായിരിക്കണം. മൺപാത്രം ഉണ്ടാവുന്നതിന് മുമ്പേ അത് ഉണ്ടാക്കാൻ അറിയുന്ന ആള് നിലനിൽക്കുന്നത് പോലെ, വസ്ത്രം ഉണ്ടാവുന്നതിന് മുമ്പേ അത് നെയ്യുന്ന ആൾ നിലനിൽക്കുന്നത് പോലെ. മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും മണ്ണ് തന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ള സാമഗ്രികളും തന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും എല്ലാം നിർമ്മിക്കാൻ സാധ്യമല്ല. അതിന് ഒരു കഴിവ് വേണം. ഏതൊരു സൃഷ്ടി ചെയ്യുന്ന ആൾക്കും ആ സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാവണം. അതല്ലെങ്കിൽ അതറിയാൻ ഉണ്ടാക്കാൻ സാധ്യമല്ല. ഘടം എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ പാത്രം, ജ്ഞാഹ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ അറിയുന്ന ആൾ, ജ്ഞാഹ. ഘടസ്യ കർത്ത ഘടജ്ഞ. ഒരു പാത്രം നിർമ്മിക്കുന്ന ആള് പാത്രം നിർമ്മിക്കുവാൻ അറിവുള്ള ആളായിരിക്കും. പടം എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ വസ്ത്രം. പടസ്യ കർത്ത എന്തായിരിക്കും? പടജ്ഞ. ഇങ്ങനെയാണ് ഹിന്ദിയിൽ ഘടപെടുന്നു വന്നത്. പടസ്യ കർത്ത പടജ്ഞ. വസ്ത്രം നെയ്യുന്ന ആൾക്ക് അത് നെയ്യുവാനുള്ള അറിവുണ്ടായിരിക്കും. യോ യത് കർത്ത തദജ്ഞ. ഏതൊരുവൻ ഏതൊന്നുണ്ടാക്കുന്നുവോ അതിനെക്കുറിച്ച് അവൻ അറിവുണ്ടായിരിക്കും. യോ യത് കർത്ത തദജ്ഞ. സംഗീതസ്യ കർത്ത എന്താണ്? ഞാൻ പറയണോ? സംഗീതജ്ഞ. ശാസ്ത്രസ്യ കർത്ത ശാസ്ത്രജ്ഞ. സർവസ്യ കർത്ത
എന്താണ്? സർവജ്ഞ, സമസ്തവും നിർമ്മിക്കുവാൻ അറിവുള്ള ആളാണ്. അദ്ദേഹം അറിയാത്തതായിട്ടുള്ള യാതൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സർവവും അറിയുന്ന ആള് ഒംനീഷ്യന്റ് എന്ന് പറയുന്നു. അദ്ദേഹം നിമിത്തമാണ് ഈ സൃഷ്ടി ഉണ്ടായത്. കാരണം അദ്ദേഹത്തിന് സമസ്തവും നിർമ്മിക്കുവാൻ സാധിക്കും. എന്തൊക്കെ വൈചിത്ര്യമാണ് ഇവിടെ. ഓരോന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ശരീരം മാത്രം ആലോചിച്ചു കഴിഞ്ഞാൽ മതി. ഒരു ഉരുള ചോറ് കിടക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ കൈവിരലുകൾ മുഴുവനും ഒരുപോലെ പ്രവർത്തിക്കുന്നു. എത്ര മസിൽസാണ് പ്രവർത്തിക്കുന്നത്. ഇത്രയും സഹകരണം ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനും ഉണ്ടാക്കാൻ പറ്റില്ല. ഈ 5 വിരലുകളും ഭംഗിയായിട്ട് അതിനെ ഉരുട്ടുന്നു. ഉരുട്ടുന്നതായിട്ടുള്ള ഈ ചോറ് വായിലോട്ട് പോകുമ്പോൾ അത് കൊള്ളുന്ന പാകത്തിൽ നമ്മൾ വായി തുറക്കുന്നു, അടയ്ക്കുന്നു, ചവയ്ക്കുന്നു. ചവയ്ക്കുന്നതായിട്ടുള്ള സമയത്ത് എത്ര മസിൽസ് പ്രവർത്തിക്കുന്നു. മാത്രമല്ല വെളിയിലോട്ട് പോകുന്നതായിട്ടുള്ള സമയത്ത് ഇതാ ദന്തനിരകളെ മുഴുവനും കവർ ചെയ്തുകൊണ്ട് ചുണ്ടുകൾ തന്നെ അടയുന്നു. വീണ്ടും പല്ലിനകത്ത് പോകുന്നതായിട്ടുള്ള ചോറിനെ നാവ് ഇളക്കി കൊടുക്കുന്നു. വീണ്ടും ദന്തനിരയുടെ മുകളിലോട്ട് കൊണ്ടുവരുന്നു. ഏത് പ്രിന്റിംഗ് ഗ്രൈൻഡർ കോയമ്പത്തൂരിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യും? നമ്മൾ ആർത്തിയോടെ വാരി വലിച്ചു തിന്നുന്നു. ഒരു കറി ഉണ്ടാക്കുന്നതിന് എത്ര ക്ഷമ വേണം, എത്ര പ്രവൃത്തി വേണം. ഡൈനിങ് ടേബിളിൽ വരുമ്പോഴേക്കും എല്ലാം അങ്ങനെ എന്തൊക്കെയോ ഒന്നിന്റെയും സ്വാദ് അറിയുന്നില്ല. അതിന് പിന്നിലുള്ളതായിട്ടുള്ള തപസ് എത്രയാണ് അവരുടെ. ഓരോന്നും ഇനിയോ ഇത് ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് അത് അന്നനാളത്തിലൂടെ പോകാതെ ശ്വാസകോശത്തിലൂടെ പോയാലോ അത് അവസാനത്തെ കഴിക്കലായിരിക്കും. ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ഒരു ചെറിയ ഉദാഹരണമാണ്. പാമ്പ് അതിൻ്റെ ഇരകളെ മുഴുങ്ങുന്നതായിട്ടുള്ള സമയത്ത് അതിൻ്റെ നഖം, അതിൻ്റെ മുടി, അതിൻ്റെ എല്ല് സമസ്തവും ദഹിക്കുന്നു. അപ്പൊ അതിൻ്റെ ദഹനരസത്തിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. സൃഷ്ടിയിലെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ പല പ്രഗത്ഭന്മാരും പറഞ്ഞതാണ്, ഈ പല വിധത്തിലുള്ളതായിട്ടുള്ള വസ്ത്രങ്ങളുടെ ഡിസൈൻ അവർ പ്രത്യേകിച്ച് സാരിയും മറ്റും പ്രിന്റ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഈ ചിത്രശലഭങ്ങളുടെ മുകളിലുള്ളതായിട്ടുള്ള ആ രീതി എടുക്കുമത്രേ. സുവോളജി സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കൊട്ടയും കൊടുങ്ങനെ പോയില്ലേ അവര്. ആകെ അവര് വിശകലനം ചെയ്യുന്നത് എലി, തവള, ശലഭം. അങ്ങനെ തവള ഇല്ലാതായി. ഇങ്ങനെ 3-4 ജീവജാലങ്ങൾ കഴിഞ്ഞു. അതോടുകൂടെ ജന്തുശാസ്ത്രം. അപ്പൊ ഈ ശലഭത്തിന്റെ ചിറകുകളുടെ ഡിസൈൻസ് ഉണ്ടല്ലോ, അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളതായിട്ടുള്ള ആഫ്രിക്ക, മറ്റേ ഓസ്ട്രേലിയ, അമേരിക്ക, യൂറോപ്പ്, നമ്മുടെ തന്നെ ഏഷ്യയിലെ വിവിധ രാഷ്ട്രങ്ങളിൽ ഈ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ശലഭങ്ങളുടെ ചിറകുകളുടെ ഡിസൈൻസ് ഇതൊക്കെ ആൽബത്തിൽ വെച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായിട്ടുള്ളത്, പ്രത്യേകിച്ച് നൂറ്റാണ്ടുകളായി അത്രയും പഴക്കമുള്ളതായിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ട്. അവർ പറയുന്നു ഇത്രയും വൈവിധ്യമാർന്നതായിട്ടുള്ള ഡിസൈൻസ് എടുത്തിട്ടും അതുപോലെ അവർ ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടും ഇപ്പോഴും പ്രകൃതി ന്യൂ ഡിസൈൻസ് അയച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന്. ശലഭങ്ങൾ ഇതാണ് റെക്കോർഡ് ചെയ്യാത്തതായിട്ടുള്ള കാര്യം. എന്താണ് ആ സർവജ്ഞതയുടെ മഹത്വം എന്ന് ആലോചിച്ച് നോക്കും. ഓരോന്നും വിസ്മയനീയമാണ്. നമ്മുടെ ഈ ശരീരം മാത്രം മതി. നമ്മുടെ ഹൃദയം മിടിക്കുന്നു, നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നു, നമ്മുടെ രക്തം പ്രവഹിക്കുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിൽ? ആ മഹത്വം. അതുപോലെ വൈവിധ്യങ്ങളായിട്ടുള്ള ശരീരങ്ങൾ, ആ ശരീരത്തിൽ നിന്നൊക്കെ അനവധി ഘടനകൾ, ആ ഘടനകളൊക്കെ പ്രവർത്തിക്കുന്നു.
സ്വാഭാവികമായിട്ടും സർവജ്ഞനായിട്ടുള്ള അദ്ദേഹം രചിച്ചതായിട്ടുള്ള രീതി കണ്ടാൽ അത്യന്തം അത്ഭുതമാണ്. അപ്പൊ അദ്ദേഹം നിമിത്തമാണ് ഈ സൃഷ്ടി ഉണ്ടായത്. നിമിത്ത കാരണം, ഉപാദാന കാരണം. അപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ അദ്ദേഹം മാത്രമേ ഉള്ളൂ നിമിത്ത കാരണം. അദ്ദേഹം നിമിത്തമാണ് ഈ ലോകമുണ്ടായത്. ശരി, എങ്കിൽ അദ്ദേഹം ഈ സൃഷ്ടിക്ക് വേണ്ടതായിട്ടുള്ള സാമഗ്രികൾ എവിടെ നിന്ന് കൊണ്ടുവന്നു? എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റുമോ? കാരണം സൃഷ്ടിക്കുള്ളതായിട്ടുള്ള സാമഗ്രികൾ മൺപാത്രം ഉണ്ടാക്കുന്ന ആൾ മണ്ണ് തെരഞ്ഞു പോകുന്നത് പോലെ, ആശാരി മരങ്ങളെപ്പറയുന്നു തെരഞ്ഞു പോകുന്നത് പോലെ, ഇദ്ദേഹം ഈശ്വരൻ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ? സ്വർഗത്തിൽ നിന്നാണോ അദ്ദേഹം മെറ്റീരിയൽസ് കൊണ്ടുവന്നത്? എങ്കിൽ സ്വർഗത്തിൽ ആരാണിത് മുഴുവൻ സ്റ്റോർ ചെയ്തെന്ന് ചോദിക്കും. സ്വർഗം ആരാണ് ഉണ്ടാക്കിയെന്ന് വേറെ ചോദ്യം വരും. നാം സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒന്നും എവിടെയും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും എവിടെ നിന്നും കൊണ്ടുവരാൻ സാധ്യമല്ല. അതിനാൽ സൃഷ്ടിക്ക് മുമ്പേ ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ, അതാണ് നിമിത്ത കാരണം. ഇന്റലിജന്റ് കാസ്. ഇത് മുഴുവനും നിർമ്മിച്ചതായിട്ട് എന്നെയും നിങ്ങളെയും അടക്കം ഈ അതിവിശാലമായ പ്രപഞ്ചം നിർമ്മിക്കുവാനുള്ളതായിട്ടുള്ള അറിവുള്ള ആള് ആ പരമമായ സച്ചിദാനന്ദ സ്വരൂപം മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊന്നും ഇല്ല. എങ്കിൽ ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? അദ്ദേഹത്തിൽ നിന്ന് തന്നെ ആ മുഴുവനും വന്നു. കാരണം വേറെ ഒരു ഉത്ഭവം ഇല്ല, വേറെ ഒന്നുമില്ല. അദ്ദേഹം മാത്രമേ ഉള്ളൂ. എങ്കിൽ പിന്നെ അദ്ദേഹത്തിൽ നിന്നല്ലാതെ വേറൊരു സ്ഥലത്ത് നിന്നും ഈ സാധനങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് നിമിത്ത കാരണം, അദ്ദേഹം തന്നെയാണ് ഉപാദാന കാരണം. അങ്ങനെ നിമിത്ത കാരണവും ഉപാദാന കാരണവും ഒന്നാവുമോ? ഒന്നാവാം. ചില സമയത്ത് അങ്ങനെയാവാം. കാക്ക കൂട് കെട്ടുന്നത് പോലെയാണോ എട്ടുകാലി അതിന്റെ വല നിർമ്മിക്കുന്നത്? അല്ല. എട്ടുകാലിയുടെ വല ഉണ്ടാകുന്നതിന് മുമ്പേ ആരാണ് ഉണ്ടായിരുന്നത്? ചിലന്തി മാത്രം. ചിലന്തിയാണ് നിമിത്ത കാരണം. ഈ ചിലന്തി തന്റെ വല ഉണ്ടാക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ വലയ്ക്കുള്ളതായിട്ടുള്ള സാമഗ്രികൾ എവിടെ നിന്ന് കൊണ്ടുവന്നു? തന്നിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. ഉപനിഷത്ത് പറയുന്നു, യഥാ ഊർണനാഭിഹി സൃജതേ ഗൃഹ്ണതേ ച. എപ്രകാരമാണോ ഒരു ചിലന്തി എട്ടുകാലി തന്റെ വല തന്നിൽ നിന്ന് തന്നെ ഉത്ഭവിപ്പിക്കുന്നത്, തന്നിലോട്ട് തന്നെ ഉപസംഹരിക്കുന്നത്, അതുപോലെ ജഗദീശ്വരനായിട്ടുള്ള പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ തന്നിൽ നിന്നും ഉത്ഭവിപ്പിക്കുന്നു. എത്ര ഭംഗിയായിട്ടാണ് എട്ടുകാലി ഇതിന്റെ വല ഡിസൈൻ ചെയ്ത് നോക്കൂ. താൻ തന്നെയാണ് നിമിത്ത കാരണം, താൻ തന്നെയാണ് ഉപാദാന കാരണം. എവിടെയാണോ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഒന്നായിരിക്കുന്നത്, ആ സൃഷ്ടി മുഴുവനും ഈശ്വര വിലാസമാണ് എന്നർത്ഥം. അത് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് തന്നെ ആലോചിക്കേണ്ടതാണ്. അതൊരു വിലാസമാണ്. മൺപാത്രവും മൺപാത്രം ഉണ്ടാക്കുന്ന ആളും രണ്ടും രണ്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ മൺപാത്രം വാങ്ങിക്കഴിഞ്ഞാൽ മൺപാത്രക്കാരന്റെ ഫാമിലി നമ്മുടെ കൂടെ വരും. രണ്ടും ഒന്നാണ്, രണ്ടും വിഭിന്നം. അതുകൊണ്ട് എവിടെയാണോ നിമിത്ത കാരണവും ഉപാദാന കാരണവും രണ്ടും രണ്ടാവുന്നത്, ആ സൃഷ്ടി വാസ്തവമാണ്. എവിടെയാണോ നിമിത്ത കാരണവും ഉപാദാന കാരണവും ഒന്നാവുന്നത്, ആ സൃഷ്ടി വാസ്തവം എന്നതുപോലെ തോന്നുകയാണ്. അതുകൊണ്ടാണ് ജീവിത സായാഹ്നത്തിൽ എത്തുന്നതായിട്ടുള്ള സമയത്ത് വൃദ്ധരായിട്ടുള്ള ദമ്പതികൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതും നമ്മുടെ അമ്മയച്ഛനും നമ്മുടെ വിവാഹം നിശ്ചയിച്ചതും പിന്നെ നമുക്ക് കുട്ടികളുണ്ടായതും അവരെ വളർത്തിയതും അവരൊക്കെ വളർന്നു വലുതായി സാമ്പത്തികമായി സ്വതന്ത്രരായി അവർ വിവാഹിതരായി അവർക്കും കുട്ടികളായി, ഇനിതാ അവരുടെ കുട്ടികളും വളർന്നു, ഇനി അവരും ഇതാ കല്യാണം കഴിക്കാനുള്ള പ്രായമായി. ഇതൊക്കെ എന്നോട് ആലോചിക്കുന്ന സമയത്ത്
എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. പറയാറുണ്ട് പലരും, തോന്നുകയില്ല, സ്വപ്നം തന്നെ. വെറും അനുഭവം കൊണ്ട് ഓരോരുത്തരും പറയുന്നതായിട്ടുള്ള വാക്കാണ്. വെറും അനുഭവം കൊണ്ട് ജീവിത പ്രാരംഭത്തിൽ തന്നെ ഈ ഭാവത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഉന്മാദമായിരിക്കും, നിത്യമായ ഉന്മാദം. പറഞ്ഞുകൊണ്ടിരുന്നത് നിമിത്ത കാരണവും ഉപാദാന കാരണവും ഒന്നാണ്. ആരാണ് സ്വപ്നത്തിലെ നിമിത്ത കാരണം? എവിടെയൊക്കെ സൃഷ്ടിയുണ്ടോ അവിടെയൊക്കെ ഈ രണ്ട് കാരണങ്ങളുണ്ട്. സ്വപ്നവും നിങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിൽ സ്വപ്നത്തിന്റെ നിമിത്ത കാരണം ആരാണ്? ഞാൻ, ഈ സ്വപ്നം കാണുന്ന ആൾ. സ്വപ്നത്തിൽ കാണുന്നതായിട്ടുള്ള പദാർത്ഥങ്ങളോ അതും ഞാൻ തന്നെയാണ്. സ്വപ്ന സമയത്ത് നാം അത് അറിയുന്നില്ല. കാരണം നാം നമ്മളുടെ സൃഷ്ടിയാൽ വ്യാമോഹിതരാകുന്നു. യഥാർത്ഥത്തിൽ അവിടെ കാണുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ എന്താണ്? ഞാൻ തന്നെയാണ്. കാണപ്പെട്ട ദൃശ്യവും കാണുന്നതായ ഞാനും ഒന്നാണ്. ദൃക്കും ദൃശ്യവും, സിയർ ആൻഡ് ദ സീൻ, രണ്ടും ഏകമാണ്. ഞാൻ അവയെ ഒന്നായിട്ട് കാണുകയല്ല, അവ ഞാൻ തന്നെയാണ്. ഇത് മനസ്സിലാക്കാനാണ് സൃഷ്ടിയിൽ എട്ടുകാലിയെ ചിലന്തിയെ ഭഗവാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നോക്കിയിട്ടുണ്ടോ, കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ചിലന്തി അതിൻ്റെ വല കൊണ്ടുവരും. അവിടെ നിങ്ങൾ എന്ത് വാക്യൂം ക്ലീനറോ അതിൻ്റെ അപ്പുറത്തുള്ള ക്ലീനർ എന്തുവാണെങ്കിലും ശരിയോ, വീണ്ടും അവിടെ വരും ചിലന്തി. എന്തുകൊണ്ടാണത് വരുന്നത്? ഭഗവാൻ പറയാണ്, ഇങ്ങനെയാണ് ഈ ലോകം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. നോക്കൂ, ഇതെന്നെങ്കിലും ഒരു പാഠം പഠിക്കൂ. വീണ്ടും വീണ്ടും നമ്മളെടുത്ത് നമുക്കുണ്ടോ അത് അറിയുന്നു. നമുക്കറിയുന്നത് ചൂൽ ഫിലോസഫിയാണ്. ഉടനെ അവിടുത്തെ അതിനെ തട്ടി. അതുകൊണ്ട് അത് കളയണ്ടെന്നല്ല അർത്ഥം, പക്ഷെ അതിലൊരു സന്ദേശം അന്തർഭവിച്ചിട്ടുണ്ട്. നിമിത്ത കാരണവും ഉപാദാന കാരണവും ഒന്നാണ്. നിമിത്ത കാരണവും ഉപാദാന കാരണവും ഒന്നാകുമ്പോൾ സ്വപ്നത്തിൽ കാണുന്നതായ ദൃശ്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ തന്നെ വിലാസമാണ്. നിങ്ങളുടെ മനസ്സല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. അവിടുത്തെ പർവ്വതത്തിന്റെ ഔന്നിത്യവും നദിയുടെ പ്രവാഹവും മൃഗങ്ങളുടെ ഗർജനവും ഭൂമിയിലെ ഫലപുഷ്ടിയും ധാന്യങ്ങളുടെ സമൃദ്ധിയും സമസ്തവും നിങ്ങൾ തന്നെയാണ്. അങ്ങനെ സമസ്തവും നിങ്ങളായിട്ട് കാണുമ്പോൾ ഈ പറയുന്നതായിട്ടുള്ള ശ്ലോകം, വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ ശുഭാഗേജ് പണ്ഡിത സമദർശിന എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? വൈവിധ്യമാർന്നതായിട്ടുള്ള ഈ സൃഷ്ടിയിൽ എല്ലാറ്റിലും അവർ ഈശ്വര സ്വരൂപത്തെ ദർശിക്കുന്നു. അത് ഒരു സംസ്കാര സമ്പന്നനായ മനുഷ്യനായാലും ശരി, വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണെ ഒരു പശുവിലായാലും ശരി, ഒരു ആനയിലായാലും ശരി, ഒരു നായയിലായാലും ശരി, ഒരു നായയെ തിന്നുന്ന ആളായി കഴിഞ്ഞാലും ശരി. വിദ്യാവിനയ സമ്പന്നെ എന്ന് വെച്ച് സ്വഭാഗ്യ എന്ന് പറയുന്നത് എന്താണ്? നോൺ വെജിറ്റേറിയൻസ് വിദ്യാസമ്പന്നനല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അവർ ആദ്യത്തേത് വിദ്യാ വിനയ സമ്പന്ന എന്നും മറ്റേത് ഏറ്റവും സ്വഭാഗ്യ എന്ന് പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യ ഉണ്ടെങ്കിലും വിദ്യയുടെ സന്ദേശം നാം ഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ളവർ പണ്ഡിത, അവരാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനികൾ. ഇവിടെ പണ്ഡിത എന്ന് പറഞ്ഞാൽ നമ്മൾ സർവകലാശാല തലത്തിൽ അറിയുന്ന പണ്ഡിറ്റുമാരല്ല. ഹിന്ദി പണ്ഡിറ്റ്, സംസ്കൃത പണ്ഡിറ്റ്, മലയാളം പണ്ഡിറ്റ് അങ്ങനെയുള്ളവരല്ല. ആത്മജ്ഞാനമുള്ളതായിട്ടുള്ളവർ എന്നർത്ഥം. പണ്ഡിത, അവർ സമദർശിന, എല്ലായിടത്തും ഏകത്വത്തെ ദർശിക്കുന്നു. ഏകമായിട്ടുള്ള തത്വം എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നതായി കാണും. അങ്ങനെയുള്ളവർ, അടുത്ത ശ്ലോകം